മനസ്സും എന്ത് ചെയ്യും? മൂത്ത മക്കളോടെല്ലാം അമ്മമാർക്ക് നല്ല അപേക്ഷ ഉണ്ടാവും. അപ്പം അമ്മ മരണാസന്നയായി കിടക്കുമ്പോൾ ആരെല്ലാം മക്കളെ വന്നിട്ട് അമ്മ മരിച്ചില്ല. അമ്മയുടെ മൂത്ത മകൾ അമ്മയുടെ 17 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അമ്മയുടെ മൂത്ത കൂട്ടുകാരിയാണ്. അന്ന് അമ്മയും മോളോട് ഭയങ്കരമായിട്ട് വഴക്കിടും. 10 ദിവസം അമ്മ മോടെ വീട്ടിൽ പോയി നിന്നാൽ അമ്മ സുന്ദരി കുട്ടി ഐശ്വര്യമായിട്ട് തിരിച്ചു വരും. അമ്മയും മോളോടും കൊടുക്കും. ഭയങ്കരമായിട്ട് കിടക്കൊക്കെ ആനന്ദവെന്ന അവിടെ വന്ന അവിടെ കൂടി കൊടുത്ത വെള്ളം കുടിച്ചിട്ടേ അമ്മ മരിച്ചുള്ളൂ. കണ്ടോ പോക്ക്. ആനന്ദവെന്ന മോള് വന്ന ആ വെള്ളം കോരി കൊടുത്തിട്ടേ അമ്മ മരിച്ചുള്ളൂ. ആദ്യം വരെ മരിച്ചില്ല. ഇങ്ങനെ നമ്മൾ അറിയാത്ത ചില നിമിത്തങ്ങൾ ശാസ്ത്രങ്ങൾക്ക് പിന്നിലുണ്ട്. ഇത് ഏതമ്മയ്ക്ക് ആദ്യം പ്രസവിച്ച കുഞ്ഞിനോട് അടുപ്പത്തോളം എല്ലാ അമ്മത്തോളം. കാര്യം അവരുടെ ഹൃദയാനുരാഗ വല്യരി ആദ്യം മുട്ടിട്ട പുഷ്പമാണ്. അതിനോട് അടുപ്പം ഏവർക്കും തോന്നും സ്വാഭാവികമാണ്. നമ്മുടെ വീട്ടിൽ തേങ്ങ ആദ്യം കായ്ക്കുമ്പോൾ അത് ഒരു വെള്ളയ്ക്കായ തണുത്തുള്ളെങ്കിലും അത് മോശമാണെങ്കിലും ആദ്യം കായ്ച്ച ആ വെള്ളയ്ക്കായിട്ട് തോന്നുന്നൊരു ഇഷ്ടം പിന്നെ നിറകല്ല് ഉണ്ടായാൽ മറന്നു പോകുമെങ്കിലും ആ ഇഷ്ടത്തോടും വരില്ലാന്നുള്ളതാണ് സത്യം. എല്ലാ അമ്മമാർക്കും ആദ്യജാതിയായ മക്കളോട് കുറച്ചൊരു അടുപ്പം തോന്നാനുള്ള പ്രഥമ കാരണം കല്യാണമെല്ലാം കഴിച്ച ആദ്യകാല ജീവിതങ്ങളല്ലേ. അപ്പോൾ ഭാര്യ ഭർത്താവ് മാനസികമായിട്ട് അകന്നിട്ടില്ല. മാനസികമായി അകന്നിട്ടില്ലാത്ത വേളയിലുണ്ടായ അവിടെ ആ പ്രജ അവർക്ക് കൂടുതൽ അനുകൂലമാകും എന്ന് മനഃശാസ്ത്രം കയറി. അപ്പം ബലി കർമ്മങ്ങളിടണം. നമ്മുടെ പിതാവ് മരിച്ച ആ ആളിൻ്റെ ആ മരണത്തിൻ്റെ 1 വർഷം വരെ നിങ്ങൾ വീട്ടിൽ ബലിയിടുക. 1 വർഷം അസ്ഥി വീട്ടിൽ സൂക്ഷിക്കുക. 1 വർഷം കഴിഞ്ഞതിന് ശേഷം യോഗ്യരായിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് അതിൻ്റെ കർമ്മങ്ങൾ നടത്തിയിട്ട് ആ അസ്ഥിയെ ലക്ഷ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് പിതൃക്കളെക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ദാനധർമ്മങ്ങളോ അർത്ഥമായ പാത്രങ്ങളോ എന്നോ ചെയ്ത് ആ വിഷയം വിട്ടേക്കുക. പിന്നെ നിത്യം നമ്മൾ ചെയ്യുന്നതിനാണ് എത്രയോ പിതൃക്കൾക്ക് നമുക്ക് വന്നു പോകുന്നു. ഇതാണ് സാമാന്യേന പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ബലിയിടാൻ നമ്മൾ അവസരം കൊടുക്കരുതെന്നേ. ഏതാ? നമ്മൾ ഈശ്വര നാമം ജപിക്കുക, ഈശ്വര രൂപം സ്മരിക്കുക, ഈശ്വര നാമം ജപിക്കുക, ഈശ്വരനാമം ജപിക്കുക, ഈശ്വരനാമം ശ്രവിക്കുക, ഈശ്വര രൂപം സ്മരിച്ച് ആ സ്മരണയിൽ അങ്ങ് മരിക്കുക. അപ്പോൾ പിന്നെ ജീവൻ നാട്ടിൽ ഒരു എല്ലിൽ പോയില്ല. ഈ ധനഞ്ജയൻ ജീവൻ എവിടില്ല. നേരെ എവിടേക്ക് എത്തി? മേപ്പോട്ട് പോയി. വീട്ടുകാരൊക്കെ കല്ലിക്കാരൻ കഴിച്ചിട്ട് കഥയില്ല. ജീവനിങ്ങനെ ചാത്രയുമായി മാറിക്കൊണ്ടേയിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ വിധേയമാണ്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. ശങ്കരാചാര്യ ബോധമില്ല എന്നാണ് പറഞ്ഞത്. പിണ്ടാണെങ്കിൽ കിട്ടിവെച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ. ഇവർക്കാർക്ക് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ? അല്പന്മാരായ നമ്മൾ അറിവ് പോലെ എന്തെങ്കിലും ഗ്രഹിച്ചിട്ട് പുസ്തകങ്ങളന്മാരെ അടക്കുക. വലിയ പണ്ഡിതന്മാരാണ്. ശാസ്ത്രം പഠിക്കണം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈശ്വരൻ നാമം ജപിക്കുക, ഈശ്വരൻ നാമം ശ്രവിക്കുക, ഈശ്വര രൂപം സ്മരിച്ച് മരിക്കുക. അതേ നാരായണായ സ്മൃതി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അറ്റാച്ച്മെന്റുകൾ കുറയ്ക്കുക, ഡിറ്റാച്ച്മെന്റ് പരിശീലിക്കുക. നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ മക്കളോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഭർത്താവ് മരിച്ചാൽ ഉടനെ ഭാര്യയല്ല ഉടന്തടി ചാടുകയാണ്. ഭർത്താവ് മരിച്ചു പോലെ ഉടന്തടിയാ സതിയടിച്ചിട്ട് അരടങ്ങ് ചാടുകയാണോ? അദ്ദേഹം പെട്ടെന്നുള്ള ഒരാളുടെ വേർപാടുകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. പ്രായം ചിലപ്പോൾ വേറെ കല്യാണം കഴിച്ചാണ് കൊച്ചിൻ്റെ അമ്മയാണ് ജീവിക്കണം. അങ്ങനെ വേണ്ടത്. ബി പ്രാക്ടിക്കൽ ആൾവേസ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വശമുണ്ട് വേദാന്തത്തിനകത്ത്. ഈ സഹോദരി ചോദിച്ചോണ്ട് പറഞ്ഞു നൽകുകയേ ഉള്ളൂ. ഇതൊന്ന് അമ്പലങ്ങളിൽ ചെന്നാൽ വില പോകാൻ മാറ്റേ. ഇതൊക്കെയാണ് എൻ്റെ യാഥാർത്ഥ്യങ്ങൾ. ഇനി എന്തെങ്കിലും നിങ്ങൾ ജീവക സംശയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കുക. 2 മിനിറ്റ് ഉത്തരം പറയും. അറിയാവുന്നതാണെങ്കിൽ കരിന്തിരി കത്തുക എന്ന് പറയാൻ വിളക്ക് കത്തിക്കുന്നത് വിളക്ക് വെട്ടം കാണാനല്ല വിളക്ക് കത്തിക്കുന്നത്. നമ്മുടെ വിളക്ക് നല്ല ചോദ്യമാണ്. വിളക്ക് കത്തിക്കുന്ന ഒരിക്കലും വെട്ടം കാണാൻ വേണ്ടിയിട്ടല്ല. എന്നിട്ട് ഇവിടെ വിളക്ക് കത്തിച്ചിട്ട് വെട്ടം കാണാനാണ്. അപ്പോൾ ഒരു വിളക്ക് കത്തിക്കുന്നതിനാണ്. ഫോർ വാട്ട് പർപ്പസ് ചോദിച്ചാൽ ഈശ്വര ഭാവനയെ ഈശ്വരന്റെ പ്രതീകമായിട്ടാണ് നമ്മുടെ വിളക്ക്, അല്ലയോ?
നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മരമുണ്ട്, തെങ്ങ് അല്ലെങ്കിൽ ഒരു ജാതി അല്ലെങ്കിൽ ഒരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് നല്ല ഉലച്ച് ഊത്തൊലഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഭംഗിയാണോ ഉണങ്ങി മണ്ട പോയതെന്ന് ആണോ? അത്രയും ചിന്തിച്ചാൽ മതി. ഈശ്വര പ്രതീകമായി ദീപത്തിൽ ദീപപ്രഭയിൽ ഫലം പറയും. ദീപപ്രഭയിൽ ഇന്ന് കുമാരി പൂജ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചില്ലേ, ശരിക്കും പിന്നെ ആ കുട്ടികളുടെ മുഖം നോക്കിയോ? ഞാനങ്ങനെ അറിയും. എനിക്ക് സൂക്ഷിച്ചു ഇന്നും എടുത്താൽ വന്നേ കണ്ടു ശബ്ദം കേട്ടോണ്ട് വന്നതാ. ഫ്രണ്ടാണ് സാറേ, അങ്ങനെ വേറെ ഒട്ടി വന്നു. ഇവരൊക്കെ ഞാൻ ശരിക്കും പണ്ടൊക്കെ കൊച്ചു കുട്ടികളായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ 66 വയസ്സിൽ കഴിഞ്ഞൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ 30 വയസ്സ് കൊണ്ടുള്ള കാലം, 34 വർഷം മുമ്പുള്ള വേവരുന്നു നോക്കി. എനിക്ക് ഇവരെ കണ്ട അത്ര പിടിക്കുമോ? ശരി സൗഹൃദം നോക്കുമ്പോൾ പോകും. ഞാൻ ചോദിച്ചത് നിമിത്ത ശാസ്ത്രപ്രകാരം ഈ കുട്ടികളുടെ ആരുടെയെങ്കിലും മുഖം ഹാപ്പി ആയിരുന്നു എന്ന് ചോദിച്ചു. അൺഹാപ്പി ആണെന്ന് ചോദിച്ചു. ഹാപ്പി എന്ന ഫലം പറയണം. അതുപോലെ ആദ്യ ദിവസം നമ്മൾ കുമാരി പൂജയ്ക്ക് മുൻപ് പൂജ, അഷ്ടലക്ഷ്മി പൂജ, അത് ഇതുപോലെ ശാസ്ത്രീയമായ കാര്യമല്ല. അപ്പം ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് പൂജിച്ചത്? ശരിക്കും ഒരു പരിസ്ഥിതി പറയണം. ഇവിടെ നിന്ന് ജയിച്ചോട് ചോദിച്ചാൽ എവിടുന്ന് പൂജിക്കാൻ പറഞ്ഞു. അപ്പോൾ പൂജിക്കാൻ പറഞ്ഞത് അവിടെ നിന്ന് പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലം അത്ര അനുകൂലമായിട്ട് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഇവിടെ നിന്നോട്ട് വരെ ഓർഡറാവട്ടെ. അവിടെ നമ്മൾ ഉലട്ടായാലും അപ്പം അതിൻ്റെ ഫലം പരസ്യമായിട്ട് മറ്റൊരു ഫലം കിട്ടുന്നതല്ല. അതല്ല, അത്തരം ഫലത്തിൽ നിന്ന് എനിക്ക് വിശ്വാസമൊന്നും ഒരാളല്ല. നമ്മളെ 10 സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്തവർ നമ്മൾ എന്താണ് പേടിക്കുന്നത്? നമ്മുടെ പ്രവൃത്തി സംശുദ്ധമാണെങ്കിൽ നമ്മൾ ഭയക്കേണ്ടതില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിലാണ് ഫലം പറയും. മറ്റേത് അലങ്കാര പൂജ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇത് എന്നെങ്കിലും ശ്രദ്ധിക്കുന്നില്ല. അതാണ് കുഴപ്പം. ആ പൂജ യജ്ഞത്തിൻ്റെ ഭാഗമല്ല, അതൊരു അലങ്കാര പൂജയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എവിടെ നിന്നായാലും പ്രശ്നമല്ലാത്തത്. ഇതാണെങ്കിൽ പ്രശ്നമായിരുന്നേ. ഇതിലേത് ദേവതാഭാവമാണോ അൺഹാപ്പിയായിട്ടുള്ളത് അത് വെച്ച് ഫലം പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഫലം പറയേണ്ട ആദ്യത്തെ കുട്ടി, അതായത് തടയരുതെന്ന് പറഞ്ഞത്, ആ കുട്ടി ഉത്സാഹിച്ച് അങ്ങോട്ട് കൂട് നേടുന്നു. മനസ്സിലായോ? ആദ്യത്തെ കുട്ടി കൗമാരി. അപ്പം നല്ല അനുകൂലമായ ഫലം ഉറപ്പല്ലേ? ശ്രീസാവധാനം വന്നപ്പോൾ അവിടെ മേളം കേട്ടപ്പോൾ തന്നെ ഞാൻ ഹാപ്പി ആയല്ലോ. പിന്നെ എനിക്ക് വേറെ സംശയങ്ങളൊന്നും തന്നെയില്ല. കാര്യം ആ വ്യക്തമായ സന്ദർഭത്തിൽ ഭഗവാന്റെ അവതാര സമയത്ത് ആ അമ്മയുടെ സാന്നിധ്യത്തോടൊപ്പം ഞാൻ ശരിക്കും ഹാപ്പിയിലാണ് ഇരിക്കുന്നത്. സാധാരണ സ്ഥലത്തും അത്രയും ഹാപ്പിനെസ് വരാറില്ല, വലിയ പ്രോബ്ലംസ്. എനിക്കതൊരു പ്രശ്നമില്ല. അമ്മ പ്ലീസ്ഡാണെന്ന് ഞാൻ 100% വിശ്വസിക്കണം. അതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കണ്ടത്. ഇന്ന് വരെ അടുത്ത കാര്യം പിടിക്കാൻ കഴിയും. ഇനി എന്താണ് സംശയം? ഇന്ന് നമുക്ക് കൂടുതൽ ഭജൻസ് ഉണ്ട്, കുറച്ച് നാമങ്ങളൊക്കെ ലഭിക്കണം. ഓർക്കുക, നാളെ നമുക്ക് ഏതാണ്ട് ഉച്ചയോടുകൂടി നമ്മുടെ യജ്ഞം പൂർണ്ണമാക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് സംഘാടകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വൈകുന്നേരം പോകുന്നില്ല. കാലാവസ്ഥയൊക്കെ പ്രതികൂലമാകുന്നതുകൊണ്ട് നമുക്ക് 1 മണിക്ക് മുമ്പായിട്ട് ഇതെല്ലാം പൂർണ്ണമാക്കാം. പക്ഷെ നാളെ രാവിലെ മുതൽ ഇവിടെ വേണ്ടി വന്നതിന് കുപ്പിയിടിച്ചിട്ട് വെള്ളവുമായിട്ട് ഇവിടെ വന്നിരിക്കണം. ഇവിടെ തന്നെ വെള്ളം ഇഷ്ടമുള്ളവർക്ക്, ചൂടുവെള്ളം വേണ്ടവർക്ക് അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കട്ടാക്കാപ്പുള്ളവർക്ക് വീട്ടിൽ വെച്ച് കൊണ്ടുവന്ന് കുഴപ്പമില്ല. രാവിലെ അഷ്ടദ്വീപ മഹാഗണപതി ഹോമം, ഈ യജ്ഞശാലയുടെ അവസാനത്തെ ഗണപതി ഹോമമാണ്. നിങ്ങൾ ഒരുപാട് പേര് പങ്കെടുക്കേണ്ടി വേണ്ടി അഷ്ടദ്വീപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1000 ഗണപതി ഹോമം ഉണ്ടാക്കി. അപ്പം നിങ്ങളെല്ലാവരും ഒരു അഷ്ടദ്വീപ ഗണപതി ഹോമത്തിന് രജിസ്റ്റർ ചെയ്യണം. ഇവിടെ വന്നിരിക്കണം. നാളെ കൂടെ നമുക്ക് ഗണപതി അഷ്ടോത്തരം ജപിക്കണം. അത് കഴിഞ്ഞാൽ അതേ ആ കുണ്ടത്തിൽ നവാക്ഷരി ഹോമമുണ്ട്, അതേ കുണ്ടത്തിൽ ഗായത്രി ഹോമമുണ്ട്. അത് കഴിഞ്ഞാലൊരു ഹോമമുണ്ട്, അത് ധാരാഹോമമാണ്. ഇതൊക്കെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നിങ്ങളുടെയൊക്കെ പേര് നടത്താനുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഗായത്രി സഹസ്രനാമ ജപം രാവിലെ തുടങ്ങും. പാരായണം തുടങ്ങിയാൽ പാരായണം നീക്കിയിട്ട് വരും. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മണിദീപ പറഞ്ഞുണ്ട്. ആ മണിദീപത്തെ പറ്റി വിസ്തരിക്കും. ഇവിടെ വിളക്ക് വെച്ചുകൊണ്ട് 18ഓളം കോട്ടകളെ സൃഷ്ടിക്കും. അമ്മ അധിവസിക്കുന്ന മണിദീപത്തിലേക്ക് പോകണം. തത്സംബന്ധമായ കഥകളൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പം നാളെ ഉച്ച വരെ മരുന്ന് കഴിക്കാൻ ഒരു മരുന്നെടുത്തും മരുന്ന് കൊണ്ടുവന്നു അല്പം വിശ്രമിക്കണമെങ്കിൽ കോട്ടോ അതുപോലെ ടവലൊക്കെ കൈവശപ്പെടുത്തും. ചില കട്ടക്കാപ്പിയൊക്കെ ഫ്ലാസ്കർ എടുത്തുകൊണ്ട് നാളെ നമുക്ക് രാവിലെ ഉച്ച ഇവിടെ ചെലവഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സഹസ്രാമം ജപിക്കണം. അങ്ങനെയും കൂടെ ഉണ്ട്. സഹസ്രാമം രാവിലെ ജപിക്കണം. അത് തീർത്തു കഴിഞ്ഞാൽ ഒത്താ ദേവി മഹാത്മ്യത്തിൻ്റെ ഒരു കാര്യം പറയണം. ശ്രീനാരായണ ഗുരുവിന് വേണ്ടി 18 അഷ്ടകം ഒരു പ്രാവശ്യം ചൊല്ലുകയും വേണം. ഇങ്ങനെ പല കാര്യങ്ങളായി
സമാനമായി കണ്ടുകൊണ്ട് പ്രിയമുള്ളവരെ, ഭക്തജനങ്ങളെ, നാളെ നിങ്ങൾ പരമാവധി ഇവിടെ ചെലവഴിക്കുക. ഞാനൊരു ആചാര നിലവാരത്തിൽ ഈ അഷ്ടത്തിന്റെ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് കുറേ പേരെങ്കിലും അതിൽ ചേരണം. ഒരു 10-100 പേരൊക്കെ പങ്കെടുക്കണം. ഇതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായ സമ്മർദ്ദം കൂടെ അതുവഴി നടക്കണം. അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ ട്രെയിനിൽ ഒരു വർഷത്തിലേക്ക് ഗണപതി ഹോമം തയ്യാറാക്കണം. കാര്യം വലിയ ഉരുളിയൊക്കെ വെച്ച് ഉണ്ണിയൊക്കെ സൈഡ് വളർത്തി കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് 10-15 പേര് വന്നാൽ അതിന് വേണ്ട വിഭവങ്ങൾ ഉണ്ടാക്കി അതിന് സാമ്പത്തികം പോലും അവർക്ക് കിട്ടത്തില്ലായിരിക്കും. പക്ഷേ സാമ്പത്തികം നോക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ധരിക്കാനല്ല, കൂടുതൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. പങ്കെടുക്കുക, ധന്യരാവുക. നമ്മുടെ എച്ച് എസ് ശാലയിലെ വാദ്യവൃന്ദങ്ങളോട് കൂടിയിട്ടുള്ള സൂപ്പർ ഭജന ഇപ്പോൾ